ഓൾഡ് കുറ്റാലം എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം കാണാം. നല്ല രസകരമായ നല്ല സന്യമണവും നമ്മളതിൻ്റെ ഓൾഡ് കുറ്റാലം ഞങ്ങൾ വന്നു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഓൾഡ് കുറ്റാലം ഫാർസിൽ പോകണമെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ പിന്നെ ഓട്ടോയോ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ബസ്സിലോട്ട് കയറാൻ പോവാം. ബസ് യാത്രയൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. അതിലോട്ട് ഞങ്ങൾ പോവാം. അങ്ങനെ ബസ്സിൽ കയറി ഓൾഡ് കുറ്റാലത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബസ്സിൽ ഇപ്പോൾ കയറും. ബസ് ഇപ്പോൾ വിടും. 10 രൂപ കൊടുത്താൽ മതി ബസ്സിൽ കയറുക. 10 രൂപ കൊടുത്ത് കഴിയുമ്പോൾ ബസ്സിൽ ഞങ്ങൾ കയറി ഓട്ടോക്കാരൊക്കെ ദേഷ്യത്തോടെ ബസ്സിൽ കയറി ഞങ്ങളിങ്ങനെ പോകുക. തുടങ്ങിയോ? ബസ്സിലെല്ലാം ഓൾഡ് കുറ്റാലം കാടും മേടും ഒക്കെയാണ്. ഓൾഡ് കുറ്റാലം ഇവിടുന്ന് ബസ് സർവീസ് മാത്രം. അപ്പം ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയോ മാത്രമേ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ് അല്ലെങ്കിൽ ഓട്ടോയോ മാത്രമാണ്. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. ഇങ്ങനെ ബസ്സിൽ നമ്മൾ കയറി ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലോട്ട് പൊക്കോണ്ടേയിരിക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളച്ചാട്ടത്തിന് ഫ്രണ്ടിൽ ചെല്ലും. ഇത് കുറ്റാലത്തെ മെയിൻ വെള്ളച്ചാട്ടം ഒത്തിരി വലിയതല്ല, പക്ഷേ ഇതൊരു പുരാതനമായൊരു വെള്ളച്ചാട്ടവും. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചുകൂടെ നീറ്റായി ഈ ഭാഗം. ഇവിടെ വരുന്ന പലർക്കും ഈ വെള്ളച്ചാട്ടത്തെ പറ്റി അറിയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു വെള്ളച്ചാട്ടം, ആ മെയിൻ വെള്ളച്ചാട്ടം. ഇതിനെപ്പറ്റി അധികം പേർക്ക് വലിയ പിടുത്തമില്ല. ഞങ്ങളവിടെ അങ്ങനെ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഓൾഡ് കുറ്റാലം വെള്ളച്ചാട്ടം. ഇത് ഞങ്ങൾ ഇറങ്ങും. പഴയ കുറ്റാലം. അപ്പോൾ ബസ്സിൽ നിന്ന് എഴുന്നേറ്റു. ഇനി ഞങ്ങൾ ഇറങ്ങുക. ജനത്തിൻ്റെ തിരക്കാണ് ഇവിടെ അല്ല. ഇതൊക്കെ ഞങ്ങളെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഒരു ആൾക്ക് 10 രൂപ ഇനി വന്നു ബസ്സിൽ. ഇനിയിപ്പം ഇവിടെയല്ല, മറ്റേ സ്ഥലത്തേക്കാളും കുറച്ചുകൂടെ നീറ്റ്നെസ് ഉണ്ട്. ഇവിടെ കാണാനും എടുക്കാനും വെച്ചിട്ട് നീറ്റ്നെസ് ഉണ്ട്. ഇവിടെയും കാപ്പിയും ചായയും എല്ലാം കിട്ടും. കടകൾ, മുളക ബജി, ആ ബജി, ഈ ബജി, എല്ലാ ബജിയും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഓൾഡ് കുറ്റാലം. ഇവിടെയൊക്കെ ഇവർ വന്നിങ്ങനെ ഇവിടുത്തെ ആൾക്കാർ തമിഴ്നാടാണിത്. തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ഈ വെള്ളത്തിൽ കുളിച്ചാൽ വലിയ വിശ്വാസം. ഇവിടെ കുളിക്കുകയും ഒക്കെ ചെയ്യും. കുളിച്ചവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ വിശ്വാസം. ഇനി അങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കുമല്ലോ ഉള്ളാട്ടോ. എങ്ങനെ ഏത് വിധേനയായാലും ഒന്ന് കുളിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിനകത്തൊരു അങ്ങനെ ആരോ വെച്ചിരുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, എനിവേ അടുത്തൊരു ചാനലുമായിട്ട് നമുക്ക് കാണാം. അതിനു മുമ്പ് നിങ്ങളെ വെള്ളച്ചാട്ടം അടുത്തൊന്ന് കാണിച്ചിട്ട് ഓക്കെ, അടുത്ത ഒരു കഥയുമായി സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.